അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. മോൾക്കും മോനുമൊക്കെ ലീവായ കാരണം അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാം എന്നുള്ള രീതിയിൽ വണ്ടിയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോരാന്നുള്ള ഇതിൽ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു മസ്ജിദ് നസീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പള്ളിയിൽ കയറി മഗ്‌രിബ് നിസ്കരിക്കാനായിട്ട് അപ്പോൾ എടുത്താണ് കേട്ടോ. കാണാൻ നല്ല ലുക്കുള്ള നല്ല ഒരു ഭംഗിയുള്ള പള്ളി. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പോയി ജെയ്ത്തിലേക്ക് എത്തി. ജെയ്ത്തിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ നല്ലൊരു കാണാൻ നല്ലൊരു ലുക്കുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ജസ്റ്റൊക്കെ ഉള്ളിലൊന്ന് കയറി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ്. കാണാൻ നല്ല ലുക്കുള്ളൊരു നല്ലൊരു ക്ലീനാക്കിയിട്ടുള്ള എപ്പോഴും നല്ല വൃത്തിയായിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. ഫിഷൊക്കെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ബീഫ് പിന്നെ അതുപോലെ കാടമുട്ട, ഈത്തപ്പഴം, പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നല്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ കുറച്ച് ഈത്തപ്പഴത്തിൽ തന്നെ പല തരം ഈത്തപ്പഴങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഈത്തപ്പഴം അരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തഹീന വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ ഈ വെളുത്ത എള്ളൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനെ 2-3 തരത്തിലുള്ള ഈത്തപ്പഴമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. ഈ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ തഹീന വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അത് പെട്ടെന്ന് തീർന്നു. അങ്ങനത്തെ നല്ല ടേസ്റ്റുള്ള നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊന്നും ഇങ്ങനത്തെ കണ്ടിട്ടില്ല. അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പലതരത്തിലുള്ള ഈത്തപ്പഴം നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതാദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കാരണം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു.
റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മന്തിയുടെ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ കയറി മട്ടൻ മന്തി ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇരിക്കാനായിട്ട് ഈ മജ്ലിസ് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇരുന്നത്. കാരണം വെച്ചാൽ കുട്ടികളൊക്കെ ആയിട്ട് ടേബിളിൽ ഇരിക്കണേക്കാട്ടി സുഖം താഴത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ. അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും നല്ലത്, ഇരുന്ന് കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഓർഡർ ചെയ്ത് ആദ്യം തന്നെ സൂപ്പ് എത്തി. സൂപ്പിന് ശേഷം മട്ടൻ മന്തി, അതിൽ റൂമിൻ്റെ സൈഡിൽ ജനലിൻ്റെ സൈഡിലായിട്ട് വെച്ച അടീനിയമ പൂവുണ്ടായതുകൊണ്ട് നല്ല വെള്ളയും പിങ്കും. വെള്ളമ തന്നെ പിങ്കിൻ്റെ ഷെയ്ഡായിട്ട് തന്നെ ആ വെള്ളമ 2 തരം ഫ്ലവറാണ് പ്രാവശ്യം വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് സൗദി പള്ളിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഈ പള്ളി വീഡിയോ വെച്ചിട്ടത്. അപ്പോൾ സൗദി പള്ളി നമ്മുടെ ഷാർജയിൽ തന്നെയാണ് സൗദി പള്ളി വരുന്നത്. അങ്ങനെ പിന്നെ ഒരു ലൈറ്റായിട്ടൊരു ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ. ടീ സ്റ്റോറി അവിടെ നിന്നാണ് ചായ കുടിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഷാർജയിൽ തന്നെ ഒരു സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലായിട്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു വലിയൊരു പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ പാർക്കിലേക്ക് പോയി കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിടുന്ന എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.